C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ നടന്നത് എന്താണെന്നൊക്കെ ഞാൻ ഊഹിച്ചു. ഇവൾക്കും വിഷ്ണുവിനും വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരവസരത്തിന് വേണ്ടി കാത്തു. പാഴനാരന്റെ ബലമുള്ള നട്ടലുള്ള ഇവൻ അതിന് വഴങ്ങിത്തരിക ചെയ്തു. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പിന്റെ കാര്യം. ചെറിയൊരു ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദാമ്മയുടെ മകളുടെ അടുത്ത് നിന്നും അതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ സർവപ്രതാപിയായ സത്യഭാമയ്ക്ക്. ഇതുപോലുള്ളൊരു രാവണൻ കോട്ടയിൽ വന്നുപെട്ട ഒരു പാവം പെണ്ണിനെ ഒറ്റപ്പെടുത്താനും ഒറ്റുകൊടുക്കാനും നിങ്ങളെപ്പോലൊരു ബുദ്ധിരാക്ഷസി വിചാരിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ സത്യഭാമേ. മക്കളുടെ അടുത്ത് ഒരു അമ്മ പ്രയോഗിക്കുന്ന ആയുധത്തെക്കുറിച്ച് സർവബോധ്യം ഉണ്ടെനിക്ക്. നീ അങ്ങനെ തന്നെയാണെന്ന് അങ്ങ് വിചാരിച്ചോ? നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ അതങ്ങ് ചെയ്യ. നീ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നേരത്തെ പറഞ്ഞില്ലേ സത്യഭാമേ? അത് ഔദ്യോഗികമായി ഒന്ന് അറിയിക്കാൻ വന്നതാ. അമ്മയപ്പ പോട്ടെ മോളെ. എന്റെ മകൻ വിഷ്ണുവിന്റെ വിവാഹ തീയതിയും മുഹൂർത്തവും ഞാൻ നിന്നെ അറിയിക്കുന്നുണ്ട്. വന്നാലേ ഒരില ചോറുണ്ടിട്ട് പോകാം. ആ ഒരില ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് നിന്റെ മകൾ പ്രീതി അങ്ങോട്ട് അയക്കി സത്യഭാമേ. ഈ നശൂലത്തിന്റെ കഴുത്തിൽ താലി കയറുന്ന ആ നിമിഷം തന്നെ സ്വന്തം കഴുത്തിലെ താലിയൊറ്റ വീഴുന്നതിന് സാക്ഷിയാവട്ടെ ഇവിടെ. പിന്നെ കറികൾക്കേ ഉപ്പ് വേണമെന്ന് നിർബന്ധമില്ല. കണ്ണീരുണ്ടാവുമല്ലോ കൂട്ടിന്. അടുത്ത ദിവസം എന്റെ ഫ്രണ്ടിന്റെ മാരേജാ. അതിന്റെ വെച്ച് വിളമ്പല് കുടുംബശ്രീക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാ. എനിക്കത് അമ്മയോട് ചോദിക്കണം. ശാരദാമ്മയോട് ചോദിച്ചാ വേണ്ടെന്ന് പറയില്ല. ശാരദാമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ദാ അവിടെ നിപ്പുണ്ട്. എന്താടി വെച്ച് വിളമ്പൽ ഏറ്റെടുത്തോ ഇവള്? ആ വെച്ച് വിളമ്പാനും ഇലയെടുക്കാനും മാത്രമല്ല, ഇലവടിച്ച് നക്കാനും നിൽക്കും ഇവളും ഇവളുടെ വീട്ടുകാരും. അതാ കുടുംബം. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയ അട്ട തോണ്ടിയെടുത്ത് കളയാൻ ഞാൻ കുറെ പാടുപെട്ടു. പക്ഷേ ലോകനീതി ഉണ്ടല്ലോ. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലേ കിടക്കില്ലത്.
അത് വീണ്ടും പൊട്ടക്കുളത്തിലേക്ക്. സിവിൽ സർവീസ് കൊതിച്ചു നടക്കുന്ന ശാലിനിയുടെയും ഗതി അത് തന്നെയാ. ഇവൾക്കുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നതേ എച്ചിലെല്ലാം എടുക്കുന്നത് തന്നെ. നീ വാടി. എന്താടി? ഇത്രയുള്ളൂ സുസ്മിതേ നീ. ഞാനൊന്ന് ഞൊടിച്ചാ അവിടെ നിൽക്കും. ഇപ്പോഴും സുസ്മിതയ്ക്ക് മേലെ തന്നെയാ ശാലിനി. പിന്നെ ചായക്കടക്കാരിയുടെ മോളെന്ന ലേബല് ഞാനങ്ങ് മാറ്റി. സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ. നീ ആക്രിക്കടക്കാരന്റെ കൊച്ചുമോള്. ആക്രിക്കടയോ? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ വിഷ്ണുവേട്ടൻ. എന്നിട്ടും എന്ത് കണ്ടിട്ടാടി നീ? ദേ അവിടെ ആ ശ്രീകോവിലിനുള്ളിലിരിക്കുന്നത് കല്ലല്ലാന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല സുസ്മിത. എല്ലാ സത്യങ്ങളും അറിയുന്ന ദേവി അവിടെ ഇരിക്കുന്നതെങ്കിൽ ശാലിനിയുടെ മനസ്സ് കാണും. അത് തന്നെയാ എന്റെ ഉറപ്പും. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒരു ഒപ്പുകൊണ്ടൊന്നും വിടർത്താവുന്നതല്ല ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം. നീ ഇപ്പൊ ചെല്ല്. ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല, ചെയ്യാനായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പാപങ്ങൾക്ക് കൂടി മാപ്പിരക്ക. അല്ലെങ്കിൽ ശിക്ഷ ഭീകരമായിരിക്കും. ദേവിയുടെ അല്ല, ശാലിനിയുടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.